രക്ഷാകരങ്ങൾക്കായി കൈ ഉയർത്തി നിന്ന അരുണിനെ നെഞ്ചിടിപ്പോടെയാണ് ലോകം കണ്ടത്. അന്ന് ശ്വാസം മാത്രം അവശേഷിച്ച അരുൺ ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ്. നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞു, തോൾ തട്ടിയിട്ട് പറഞ്ഞു ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അത് തോൾ തട്ടി നമുക്കൊരു ആശ്വാസമാണല്ലോ. അത് കാരണം പ്രധാനമന്ത്രി തോൾ തട്ടി ആശ്വസിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ. മുണ്ടക്കൈ സ്വദേശിയായ അനിലിന് ദുരന്തത്തിലെല്ലാം നഷ്ടമായി. ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും. നട്ടലിന് ക്ഷതവുമേറ്റു. പ്രധാനമന്ത്രിയുടെ വരവ് ഊർജമായെന്നും അതിജീവിക്കുമെന്നും അനിലിന്റെയും ശുഭാപ്തി വിശ്വാസം. വന്ന് കണ്ട് സംസാരിച്ച് ആശ്വസിപ്പിച്ച് പോയി. എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അതൊക്കെ ഉറപ്പായിട്ട് പോവാം. നമ്മളെല്ലാം നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷമായിരുന്നു പ്രധാനമന്ത്രി ആശുപത്രിയിലേക്ക് എത്തിയത്. ഞാൻ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇരിക്കൊരു കൂര വേണമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പേടിക്കണം, ഞാൻ പറഞ്ഞു കൂടെ ഞങ്ങളുണ്ട്. നാടൊന്നാകെ പറയുന്നുണ്ട് തിരിച്ചു വരണം, രാജ്യമൊപ്പമുണ്ടെന്ന സന്ദേശവുമായി പ്രധാനമന്ത്രിയുടെ വരവും. അതിജീവനത്തിന്റെ സന്ദേശമാണ് ഈ ദുരന്തത്തിന് ഇരയായവർ ഓരോരുത്തരും നൽകുന്നത്. നമുക്ക് ആ ഊർജത്തിൽ നിന്ന് കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് ആവർത്തിക്കാം. ബിജു വി എസിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.